പ്രൈസ് ലോർഡ്. പ്രിയ പാസ്റ്റർ, സ്നേഹം നിറഞ്ഞ ദൈവമക്കൾ എല്ലാവർക്കും സ്നേഹപരിതനായ യേശുവിന്റെ നാമത്താൽ വന്ദനം. നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, സ്വർഗസ്നായ ദൈവമേ, കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ മന്ന ദൈവം ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, വചനം ദൈവത്തിൻ്റെത്, ജനം ദൈവത്തിൻ്റെത്. കർത്താവേ, ഞങ്ങൾ അറിവില്ലാത്തവരാണ്. കർത്താവേ, ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ മർമ്മങ്ങളെ പറഞ്ഞു തരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി നമുക്ക് യോഹന്നയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. അവർ അവനോട്, അന്നാളിൽ ഞാൻ ഏദോമിൽ ജ്ഞാനികളെയും യേശാവിന്റെ യോഹന്നയുടെ പുസ്തകം 1-ാം ചീട്ട് യോനയ്ക്ക് വീണു. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരയണം. നിന്റെ തൊഴിൽ എന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാർ എന്ന് ചോദിച്ചു. സ്തോത്രം. യോനയോട് ദൈവം യോനയോട് കപ്പലപ്രമാണി ചോദിക്കുകയാണ്, നിന്റെ തൊഴിൽ എന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരെന്ന് ചോദിക്കണം. 4 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നിന്റെ തൊഴിൽ എന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരൻ? ഈ 4 കാര്യങ്ങൾ യോനയോട് കപ്പലപ്രമാണി ചോദിക്കുകയാണ്. അപ്പോ യോന കൊടുത്ത മറുപടിയാണ് നമ്മെ അതിശയിപ്പിക്കുന്നത്. യോന പറയാണ്, ഞാനൊരു എബ്രായരാണ്. എബ്രായർ എന്ന് പറഞ്ഞാല് എഫ്രാത്ത് നദി കടന്നവനാണ് ഞാൻ ആരാണ്? ദൈവത്തിന്റെ പൈതലാണ്. പിന്നെ അവൻ പറയാണ്, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരും. എനിക്ക് ഒരു തൊഴിലേ ഉള്ളൂ. അത് എന്താണ്? ഈ അഖിലാണ്ടത്തെ ഉളവാക്കിയ ദൈവത്തെ ഞാൻ എന്ത് ചെയ്യാണ്? ഭജിച്ചു വരുന്നു. ദൈവത്തെ സ്തുതിക്കൂ. അതാണ് എന്റെ തൊഴില്. ഇപ്പൊ നമ്മളോട് ആരോടെങ്കിലും ചോദിക്കുകയാണ്, നിന്റെ തൊഴിൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാണ്, ചിലപ്പോൾ നമ്മൾ പറയും ഇന്നോടത്തെ നേഴ്സാണ്, അല്ലെങ്കിൽ ഇന്ന ചർച്ചയിലെ പാസ്റ്ററാണ്, അല്ലെങ്കിൽ ഓവർസിയറാണ്, അല്ലെങ്കിൽ ഡോക്ടറാണ്, നേഴ്സാണ് ഒക്കെ പറയും. ഇപ്പൊ നമ്മളോട് എന്ന് പറയുന്നത് നിന്റെ തൊഴിൽ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയാണ്, ഞാൻ കടലും കരയും ഉളവാക്കിയ ദൈവത്തെ ഭജിച്ചു വരുന്നു. നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവരും പറയും, ഇവൻ ഭ്രാന്തനാണ്, ഇവന് പ്രാന്തുണ്ട്, ഇവന് ഭ്രാന്തനാണെന്നാണ് പറയുള്ളൂ. പക്ഷെ ഇവിടെ യോന എന്താണ്? ദൈവത്തെ പുകഴ്ത്തുകയാണ്. സർവമഹത്വവും ദൈവത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സർവമഹത്വവും നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവത്തിന് എന്താണ്? അവിടെ അടങ്ങിയിരിക്കുവാനായിട്ട് കഴിയില്ല. ദൈവം ഇറങ്ങി വരികയാണ്. നമ്മൾ പറയും യോന അനുസരണക്കെട്ടവനായ യോനയായിട്ടാണ് നമ്മൾ ദൈവം യഹോവയായ ദൈവം നിനവേലിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവന് ഇങ്ങോട്ട് പോയി, തർസീസിലേക്ക് പോയി. അനുസരണക്കെട്ടവനായ ഒരു യോനയായിട്ടാണ് നമ്മൾ യോനയുടെ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ യഹൂദനല്ലാത്ത ഒരു ആദ്യത്തെ പ്രവാചകനാണ്, ഗലീലയിൽ നിന്നുള്ള പ്രവാചകനാണ് യോന ആരാണ്? യഹൂദനല്ലാത്ത പ്രവാചകനാണ്. ആ കാലഘട്ടത്ത് നിനവേൽ അശൂർ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് നിനവേൽ. ആ നിനവേൽ രാജ്യം, ഈ അശൂർ രാജ്യം നിരന്തരമായി ഇസ്രായേൽ രാജ്യവുമായി യുദ്ധങ്ങൾ ചെയ്യുകയാണ്. അത് നമ്മള് 2 രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 29-ാം വാക്യവും 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്കത് കാണാം. നിരന്തരമായി ഇസ്രായേൽ ജനത്തെ കൊന്നുപിടിക്കുന്ന ഒരു രാജ്യമാണ് ആര്? അശൂർ രാജ്യം. ആ അശൂർ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് നിനവേൽ. അപ്പോൾ യോനയ്ക്ക് തന്റെ ജനത്തോടുള്ള അമിതമായ സ്നേഹം, ഇസ്രായേൽ ജനത്തോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് യോനയോട് പറഞ്ഞു, നീ ഇവിടെ പോയി എന്ത് പറയണം? ദൈവവചനം ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ജനത്തെ കൊന്നുപിടിച്ചവനെ ദൈവം അവർക്ക് രക്ഷപ്പെടുവാൻ ഞാൻ പോയി പ്രസംഗിക്കില്ല എന്ന് അവന്റെ മനസ്സിൽ വന്നു. അതുകൊണ്ടാണ് അവനെ എങ്ങോട്ട് പോയത്? തർസീസിലേക്ക് അവൻ മാറി പോവുകയാണ്. കാരണം വളരെ യുദ്ധങ്ങളുണ്ടായി. ഇസ്രായേൽ ജനത്തെ കൊന്നുപിടിച്ച ഒരു രാജ്യമാണ് അശൂർ രാജ്യം. ആ അശൂർ രാജ്യത്തിന്റെ തലസ്ഥാനമാണ് നിനവേൽ. ആ ജാതീയ പുരോഹിതനായ പ്രവാചകൻ, അതായത് ഗലീലയിൽ നിന്ന് യഹൂദനല്ലാത്ത ആദ്യത്തെ പ്രവാചകനാണ് യോന. ആ യോന ദൈവത്തിന് വേണ്ടി വളരെ അധ്വാനിച്ച ആ പ്രവാചകൻ, അത് തന്റെ ജനത്തെ കൊന്നുമുടിച്ചവർക്ക് മാനസാന്തരം ഉണ്ടാകുവാനായിട്ട് അവൻ എന്ത് ചെയ്തില്ല? അവൻ ആഗ്രഹിച്ചില്ല. പക്ഷെ അത് ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവം എന്താണ്?
ദൈവം യോനയെ വളരെ സ്നേഹിക്കുകയാണ്. നമ്മൾ നോക്കുമ്പോ അനുസരണക്കെട്ടവനായ ഒരു യോനയായിട്ടാണ് കൂടുതൽ ദൈവം പറഞ്ഞത് കേട്ടോ. പക്ഷെ ദൈവത്തിന് ഈ നിനവേലിനെയും യോനയെയും ഇസ്രായേലിനും ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനോട് എത്രയാണ് 1000 തലമുറയോളം ഞാൻ ദയ കാണിക്കുന്ന ദൈവമാണ്. ഒന്ന് വായിച്ച് 20-ന്റെ 6. അതിന്റെ ദൈവം സ്വപ്നത്തിൽ അവനോട് 20-ന്റെ 6 പുറപ്പാട് 20-ന്റെ 6. സോറി എന്നെ ഭയക്കുന്നവരും പിതാക്കന്മാരുടെ അതിർത്തി 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ എന്നെ സ്നേഹിച്ചു. ദൈവത്തെ നമ്മൾ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരോട് എത്രയാണ് 1000 തലമുറയോട് ദൈവം എന്ത് ചെയ്യും? ദയ കാണിക്കുന്ന ദൈവമാണ്. ഈ നിനവേൽ എന്ന് പറഞ്ഞ അശൂർ എന്ന രാജ്യത്ത് നോഹയുടെ വംശപാരമ്പര്യമാണ് അവിടെ താമസിക്കുന്നത്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാം ശേമിന്റെ മക്കളാണ് എവിടെ താമസിക്കുന്നത്? എവിടെ അശൂർ രാജ്യത്ത് താമസിക്കുന്നത്. ആ ദേശത്ത് അശൂർ പുറപ്പെട്ട എല്ലാവർക്കും നിനവേല് ആരുടെ മക്കളാണ് താമസിക്കുന്നത്? അശൂർ എന്ന് പറഞ്ഞാൽ നോഹയുടെ മകനായ ശേമിന്റെ മക്കളാണ് എവിടെ താമസിക്കുന്നത്? ആ വംശപാരമ്പര്യമാണ് നിലവേൽ താമസിക്കുന്നത് അശൂർ രാജ്യം. അവര് എങ്ങനെയുള്ള മനുഷ്യരാണ്? ദുഷ്ടമനുഷ്യരാണ്. അവരുടെ ദുഷ്ടതയാണ്. വളരെ നീതിയോടെ ദൈവം ന്യായം വിധിക്കുന്നുവെങ്കിൽ അവരെ എന്ത് ചെയ്യണം? ന്യായം വിധിച്ച് നശിപ്പിച്ചു കളയണം. പക്ഷെ ദൈവത്തിന്റെ മുമ്പില് ഈ അശൂർ രാജ്യക്കാർ നിൽക്കുകയും ഇസ്രായേൽ രാജ്യക്കാർ നിൽക്കുമ്പോ ദൈവം എന്താണ്? പുറകോട്ട് 80,000 നമ്മളിപ്പോ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോ നമ്മുടെ 80,000 ഇയേഴ്സിലുള്ള 1000 തലമുറ ഒരാൾക്ക് 80 വയസ്സാണ് ഒരാളുടെ ആവറേജ് എങ്കിൽ 1000 തലമുറ 80,000 ഇയേഴ്സ്. അപ്പൊ 80,000 ഇയേഴ്സിന്റെ നമ്മുടെ ചരിത്രം ദൈവത്തിന്റെ മുമ്പിൽ കമ്പ്യൂട്ടറിൽ തെളിയുകയാണ്. അപ്പൊ ഇവർ നോക്കുകയാണ് കൃപ ലഭിച്ച നോഹയ്ക്ക് എന്ത് കിട്ടുപോയി? ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹയുടെ മക്കളാണല്ലോ ഇവര്. അപ്പൊ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് രക്ഷിക്കണം. അപ്പോ ദൈവത്തിന് അവരെ രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനപ്രകാരമേ രക്ഷിക്കാൻ ഇതുള്ളൂ. അപ്പൊ ദൈവം പറയാണ് നിങ്ങളെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് തിരിച്ചു വരണം. അപ്പൊ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്നതിന് വേണ്ടി യോനയോട് പറയുകയാണ്, യോനെ നീ പോയി പറയണം. പക്ഷെ യോനയ്ക്ക് ഇസ്രായേൽ ജനത്തെ ഇത്രമാത്രം ഉപദ്രവിച്ച എന്റെ ജനത്തെ കൊന്നുമുടിച്ച ഇവരോട് ചെന്ന് പറയുവാൻ യോനയ്ക്ക് എന്തില്ല? മനസ്സില്ല. കാരണം ദൈവത്തിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. യോനയ്ക്ക് അറിയാം. മാനസാന്തരപ്പെട്ടാൽ നമ്മുടെ പാവങ്ങളെ എത്ര കടിച്ചുപോപ്പായിരുന്നാൽ അവൻ എന്ത് ചെയ്യും? ഹിമം പോലെ വെളുപ്പിക്കും. അപ്പോ നമുക്ക് വളരെ പാവങ്ങൾ ഇപ്പൊ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ അനുസരിച്ച് ദൈവം നമ്മളെ ന്യായം വിധിക്കുകയാണെങ്കിൽ പക്ഷെ നമ്മളാരും ചിലപ്പോൾ ഈ ഭൂമിയിൽ കാണുകയില്ല. അവന്റെ മഹാദയയാണ് നമ്മെ ഇവിടെ നിർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ആ വലിയ ദയയാണ്, ദൈവത്തിന്റെ കരുണയാണ്. അപ്പൊ ദൈവം ആരോട് കരുണ കാണിക്കുകയാണ്? ഈ അശൂർ രാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നോർത്തേൺ ഇറാഖ് മുതലായ ആ സ്ഥലങ്ങൾ ഉൾപ്പെട്ടതാണ് അശൂർ രാജ്യം. അവർ ദുഷ്ടമനുഷ്യനാണ്. അവരുടെ പ്രവൃത്തികൾ വളരെ ദൈവത്തിന്റെ സന്നിധി എത്തി. പക്ഷേ ദൈവത്തിന് അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ദൈവം ഓർക്കുകയാണ്. നമ്മുടെ ജീവിതയാത്രയില് 80,000 ഇയേഴ്സിന്റെ ചരിത്രം നോക്കിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന 2-3 തലമുറയുടെ ചരിത്രമേ നമുക്ക് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ അവരുടെ ചരിത്രങ്ങൾ നമുക്കറിയുള്ളൂ. പക്ഷെ ദൈവം നോക്കുന്നത് എന്താണ്? 80,000 അല്ലേ? അങ്ങനെയുള്ള വചനം. ആ 80,000 ഇയേഴ്സിന്റെ ചരിത്രം വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവം ന്യായം വിധിക്കുന്നത്. അപ്പോ എങ്ങനെയെങ്കിലും ഈ നിലവേലിനെ ദൈവത്തിന് എന്ത് ചെയ്യണം? രക്ഷിച്ചെടുക്കണം. പക്ഷേ വചനപ്രകാരമാണ് രക്ഷിക്കുവാൻ പറ്റുകയുള്ളൂ. വചനപ്രകാരമാണ് ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടിയാണ് യോനയെ വിട്ടത്. പക്ഷെ യോനയോടെ ആർക്ക് ദേഷ്യമില്ല? ദൈവത്തിന് ദേഷ്യമില്ല. ദൈവം യോനയെ വലിയവനായിട്ടാണ് കാണുന്നത്. യോന ആരാണ്? പ്രവാചക ശ്രേഷ്ഠ. അവനെ വലിയവനായിട്ടാണ് നമ്മൾ ലോകജനം പറയും എന്താണ്? അവൻ അനുസരണക്കെട്ടവനാണെന്ന് പറയും. പക്ഷെ യേശു എന്താണ് യോനയെ പറ്റി പറയുന്നത്? അവൻ വലിയവനാണ്.
മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 40-ാം വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. മത്തായിയുടെ സുവിശേഷം 10 അതന്നെ. അല്ല 12:40 സോറി. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. ജനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവർ. അതായത് യേശു ക്രിസ്തു ഈ പ്രവാചകൻ, പഴയ നിയമ പ്രവാചകന്മാരില് കർത്താവിന്റെ ക്രൂശുമരണത്തെ ഉപമിച്ച് പറഞ്ഞിട്ടുള്ള ഏക പ്രവാചകൻ ആരാണ്? യോന പ്രവാചകനാണ്. അപ്പൊ 3 ദിവസം നീ കടലാനയുടെ വയറ്റിൽ ഇരുന്നത് പോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കണം. ഭൂമിയുടെ ഉള്ളിൽ. കർത്താവിന്റെ ക്രൂശുമരണത്തെ പറ്റി യോനയെ ഉപമിച്ച് കർത്താവ് പറയുകയാണ്. അത് മാത്രവുമല്ല, ഇവിടെ ആരാണ്? യോനയേക്കാൾ വലിയവൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? യോന വലിയവനാണ്, അവനേക്കാളും വലിയവൻ, അനേകം വലിയവനായ യേശു ക്രിസ്തു ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ പറയുന്നത് യോന എന്താണ്? അനുസരണം കെട്ടവൻ എന്ന് പറയുന്നത്. ദൈവം യേശു ക്രിസ്തു എന്താണ് പറയുന്നത്? വലിയവനാണ്. ആ യോന ആരാണ്? വലിയവനാണ്. യോന വലിയവനാണ്. അപ്പോ ലോകം പക്ഷെ നമ്മളെ നോക്കി പലതും പറയും. പക്ഷെ ദൈവം നമ്മെ നോക്കിയിട്ട് എന്ത് പറയാണ്? ഇതാ യോന വലിയവനാണ്. ആ യോനയ്ക്കായി വലിയവൻ ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവിന്റെ ക്രൂശുമരണം, കർത്താവിന്റെ ക്രൂശിലേക്ക് നോക്കുവാനായിട്ട് ദൈവം ഉപമിച്ചത് ആരെയാണ്? ആ യോനയാണ് ഉപമിച്ചത്. അപ്പോ നമ്മുടെ നമ്മൾ പറയുന്നതല്ല, നമ്മുടെ ജീവിതത്തില് ദൈവം കാണുന്നു. ദൈവം യോനയെ നോക്കിയിട്ട് പറയുകയാണ്, യോനയെ നീ വലിയവനാണ്. ഇസ്രായേലിന്റെ വ്യാജ്യം പറയുകയില്ല, അനുദപിക്കുകയുമില്ല. മനുഷ്യരൊക്കെ എന്ത് ചെയ്യും? വ്യാജ്യം പറയും. നമ്മൾ ഈ ചെറുതായിട്ട് 2-3 തലമുറയുടെ കുറച്ച് നാളത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാണ് നമ്മൾ ഒരു മനുഷ്യനെ എന്ത് ചെയ്യുന്നത്? ജഡ്ജ് ചെയ്യുന്നത്, ആ മനുഷ്യനെ നമ്മൾ വിധിക്കുന്നത്. പക്ഷെ ദൈവമോ അങ്ങനെയല്ല. ദൈവം എങ്ങനെയാണ്? ദൈവം നമ്മുടെ ജീവിതയാത്രയില് നമ്മുടെ ചരിത്രങ്ങളെ മുഴുവനും അവൻ നോക്കിയിട്ടാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? ന്യായം വിധിക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ അവനെ കണ്ടു, ഞാൻ അവനെ തൂക്കി നോക്കി, അവന് കുറവുള്ളതായി കണ്ടു. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും ദൈവം തൂക്കി നോക്കുകയാണ്. അപ്പൊ നമ്മുടെ കുറവുകൾ കണ്ടിട്ട് ദൈവം നമ്മളോട് പറയാണ്, നീ പോയി മാനസാന്തരപ്പെടണം, തിരിഞ്ഞു വരണം. അപ്പൊ തിരിഞ്ഞു വന്നാൽ എനിക്ക് നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് ഉണ്ട്. അപ്പോ പിന്നെ യോന ദൈവത്തെ സന്നിധിയിൽ വിട്ടുപോയപ്പോഴും ദൈവം പറയുകയാണ് 119:7 പറയുന്നു, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിന്റെ കിടക്ക് വരിച്ചാൽ നീ അവിടെയുണ്ട്, ഞാൻ ഉഷത്തിൽ ചേർന്ന് സമുദ്രത്തിൽ പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. അപ്പൊ നമ്മള് യോന ഇപ്പൊ പോയപ്പോൾ ദൈവം യോന പോകുന്ന കാര്യങ്ങളിലൊക്കെ ദൈവം കാണുകയാണ്. അവന് നിനവേലേക്ക് പോകാൻ പോയപ്പോ തർസീസിലേക്ക് പോയി. തർസീസിൽ പോകാൻ പറഞ്ഞിട്ട് അവൻ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? കടലിന്റെ അടിത്തട്ടിൽ കിടന്ന് കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. നന്നായിട്ട് ഉറങ്ങുകയാണ്. കപ്പൽ കിടന്ന് കൊടുങ്കാറ്റടിച്ചു, കപ്പൽ മുങ്ങുവാനായി. കപ്പലിലുള്ള ചരക്കുകളെല്ലാം കടലിലേക്ക് ഇട്ടു. ആ കൂടെ വന്നിരിക്കുന്ന ആ യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് മുഴുവൻ എന്താണ്? ദോഷം സംഭവിക്കുകയാണ്. അപ്പോ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മൾ ഒരാൾ ദോഷം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് മൊത്തം സംഭവിക്കും. യോന ഇവിടെ ചെറിയൊരു അനുസരണക്കേട്, അത് ദൈവത്തിന് ഇഷ്ടമായ ഒരു അനുസരണക്കേടാണത്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. നമ്മുടെ ജനത്തെ, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ആൾക്കാരെ കുന്നുമുടിക്കുന്ന ഒരു മനുഷ്യന് മാനസാന്തരത്തിൽ പോയി പ്രസംഗിക്കാൻ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് പോകുമെന്ന് എനിക്കറിയില്ല. പറയോ? നമ്മൾ പോവോ? വളരെ കുറച്ച് ആൾക്കാരെ പോവുള്ളൂ. അത് പോവാൻ നമ്മുടെ മക്കളെ ഇപ്പൊ എനിക്കൊരു 100 മക്കളുണ്ടെന്ന് വിചാരിച്ചു, 50 പേര് ഒരുത്തം വന്ന് കൊന്നു. ദൈവം വന്നിട്ട് പറയാണ്, മോനെ നീ പോയി അവരുടെ വീട്ടിൽ പോയി സുവിശേഷം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ ഓമരിച്ച് വളർത്തി എന്റെ മക്കളെ കൊന്നവന്റെ വീട്ടിൽ പോയി ഞാൻ സുവിശേഷം പറയുമോ? യോന ചെയ്തത് ശരിയാണെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് യോനയെ ദൈവം എന്ത് ചെയ്യാണ്? സ്നേഹിക്കുകയാണ്. യോനയെ ദൈവം സ്നേഹിക്കുകയാണ്. അപ്പൊ ഇവിടെ യോന പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതെ
ഇവിടെ എന്ത് ചെയ്യാണ്? കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. ആ യോനയെ പ്രാർത്ഥിക്കുവാൻ ദൈവം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അവന് എപ്പോഴാണ് മത്സ്യത്തിന്റെ ഉള്ളിൽ അവന്റെ ജീവിതത്തിൽ ചെറിയ കഷ്ടതകൾ വന്നപ്പോൾ അവൻ അയ്യം വിളിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ അവൻ അയ്യം വിളിച്ച് ഹല്ലേലൂയ, എന്റെ കഷ്ടത ഞാൻ യഹോവയോട് നിർവഹിച്ചു, അവനെനിക്ക് ഉത്തരമരുളി, ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. അയ്യോ, പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് ദൈവം വളരെ ശക്തമായി പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാതിരുന്നാൽ ചിലപ്പോൾ നമ്മുടെ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കും. അത് നമ്മളെ കൊല്ലുവാനല്ല, ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ആ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ആ കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? അവൻ അയ്യം വിളിക്കുകയാണ്. നീ എന്റെ നിലവിളി കേട്ടു, എന്നെ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളഞ്ഞു, പ്രവാഹങ്ങൾ എന്നെ ചുറ്റി, ഓളങ്ങളും തിരമാലകളും എന്റെ മീതെ കടന്നുപോയി. ഹല്ലേലൂയ. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. യോന പറയാണ്, ദൈവമേ, ഞാൻ നിന്റെ ദാസനാണ്, ഞാൻ നിന്റെ വയൽ അധ്വാനിച്ചതാണ്, എത്ര ശ്രേഷ്ഠമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി വേല ചെയ്ത ദൈവത്തിന്റെ ദാസനാണ് ഞാൻ. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മാറിപ്പോയി, നീ എന്നെ സമുദ്രത്തിൽ ഇട്ടുകളഞ്ഞു. ഹല്ലേലൂയ. നീ എന്നെ ഇത്രമാത്രം എന്നെ മറന്നു കളഞ്ഞോ? ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? നിന്റെ സന്നിധിയിൽ ഞാൻ വളരെ കാര്യങ്ങൾ ചെയ്തു, ദൈവത്തിന് വേണ്ടി ഞാൻ വളരെ അധ്വാനിച്ച മനുഷ്യനാണ്, അതെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലയോ? യോന ദൈവത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ആഴി എന്നെ ചുറ്റി, കടൽപ്പുല്ല് എന്റെ തലപ്പാവായിരുന്നു. അവൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി അതിന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. ഹല്ലേലൂയ. അവന്റെ കഷ്ടതകളുടെ നടുവിൽ 3 ദിവസം അവൻ കഷ്ടതയിൽ നിന്ന് ദൈവത്തെ നിലവിളിക്കുകയാണ്. അവന് ഉറക്കമില്ല. 3 ദിവസം പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ അവന് 3 ദിവസം ദൈവം അവന്റെ ഉറക്കം കളഞ്ഞ് അവന് എന്ത് ചെയ്യാണ്? അവൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ദൈവത്തിന് അവനെ വളരെ വാത്സല്യമാണ്, വളരെ സ്നേഹമാണെന്ന് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, യോനയ്ക്ക് ആത്മനിമിത്തം അനിഷ്ടമായി അവന് കോപം വന്നു. യോനയ്ക്ക് ആരോടാണ് കോപം വന്നത്? ദൈവത്തോട് കോപം വരികയാണ്. ഹല്ലേലൂയ. ഈ അഖിലാണ്ടത്തെ ഉളവാക്കിയ ദൈവത്തോട് ആർക്ക് കോപം വരികയാണ്? യോനയ്ക്ക് കോപം വരികയാണ്. പക്ഷേ ദൈവം കോപിച്ചോ? ദൈവം ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് യോനോട് സംസാരിക്കുന്നത്. യോനോട് പറയുകയാണ്, അവനെ യഹോവയോട്, അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർസീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അല്ലെ, ഈ അനർത്ഥത്തെക്കുറിച്ച് ദൈവത്തിന്റെ സ്വഭാവം വളരെ നന്നായിട്ട് അറിയാവുന്ന യോനയ്ക്കറിയാം. യോന അവിടെ ചെന്ന് ഈ വചനം പ്രസംഗിച്ചാൽ എന്ത് ചെയ്യും? ജനം മാനസാന്തരപ്പെടും. യോനയ്ക്കറിയാം. അതുകൊണ്ടാണ് യോന പോകാൻ കാരണം. എന്റെ ജനത്തെ, ഇസ്രായേൽ ജനത്തിനുള്ള ആ അമിതമായ അവന്റെ സ്നേഹം, അത് യോനയ്ക്ക് ദൈവത്തിന് അത് ഇഷ്ടമാണ്. അതുകൊണ്ട് യോന ഇത്രയൊക്കെ ദേഷ്യപ്പെട്ടിട്ടും ദൈവത്തിന് എന്തില്ല? അവനോട് കോപമില്ല, അവനോട് സ്നേഹമാണ്. ഒരു കൊച്ചുകുട്ടിയോട് എങ്ങനെ നമ്മൾ സംസാരിക്കുന്നുവോ അതേപോലെയാണ് ദൈവം ആരോട് സംസാരിക്കുന്നത്? യോനയോട് സംസാരിക്കുന്നത്. ദൈവം പറയുകയാണ്, അല്ലല്ലേ, ഒരു ദിവസം അവന് തണലിനായിട്ട് ഒരവണക്ക് ദൈവം കൽപ്പിച്ചാക്കി. ഹല്ലേലൂയ. അതൊരു അത്ഭുതമാണ്. ഒരു ദിവസം കൊണ്ട് ഒരു അവണക്ക്, പിറ്റേ ദിവസം ഒരു പുഴുവിനെ കൽപ്പിച്ചു. ആ അവണക്കിനെ കുത്തിക്കളയുവാൻ ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. അതും ഒരു അത്ഭുതമാണ്. ഒരു ദിവസം കൊണ്ട് അവന് തണലായിരുന്ന ആ അവണക്ക് ഉണങ്ങിപ്പോവുകയാണ്. പക്ഷേ അവൻ വീണ്ടും ദൈവത്തോട് പറയുക, ദൈവത്തോട് അവന് കോപം വരികയാണ്. ദൈവത്തോട് കോപം വന്നപ്പോൾ ദൈവം അവനെ പഠിപ്പിക്കുകയാണ്, ഈ ഒരു അവണക്ക് നിമിത്തം നീ ഇത്ര കോപിക്കുന്നത് നിനക്ക് വിഹിതമോ? ഒരിക്കലും യോനയ്ക്ക് അത് വിഹിതമല്ല. അപ്പൊ യഹോവയായ ദൈവം നിലവേൽക്കാരെ പറ്റി ദൈവം പറയുന്ന വലങ്കയും ഇടങ്കയും തിരിച്ചറിയാൻ കഴിയാത്ത അങ്ങനെ മനുഷ്യരുണ്ടോ? അങ്ങനെ ഏതെങ്കിലും മനുഷ്യരുണ്ടോ? വലങ്കയും ഇടങ്കയും തിരിച്ചറിയുന്ന മനുഷ്യരുണ്ടോ? ഇല്ല. പക്ഷെ ദൈവത്തിന്റെ കരുണയാണ് അവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ. ആ നിലവേൽക്കാരാരാണ്? ദുഷ്ടമനുഷ്യരാണ്. ലോകം നോക്കുമ്പോൾ ആരാണ്? ഇസ്രായേലിന്റെ ശത്രുക്കളാണ്. ഇസ്രായേലിന്റെ ശത്രുക്കളാണ്, ദുഷ്ടമനുഷ്യരാണ്. അവരുടെ പ്രാർത്ഥന എവിടെ? അവരുടെ ഈ ദുഷ്ടത ദൈവത്തിന്റെ സന്നിധിയിൽ എത്തി. അപ്പൊ അവരെ നശിപ്പിക്കുവാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുകയാണ്.
പക്ഷേ ദൈവം ആരെ ഓർത്തു? നോഹയെ ഓർക്കുകയാണ്. Glory, yes, amen. അപ്പൊ ദൈവം പറയുകയാണ്, ഈ മനുഷ്യൻ ആരാണ്? നോഹയുടെ വംശമാരോ? വലം കൈ ഇടം കൈയും തിരിച്ചറിയാൻ പറ്റാത്ത മനുഷ്യരാണ്. ഒന്നും അറിയില്ലാത്ത ഈ പാവം പിള്ളേരെയാണോ നീ ഉപദ്രവിക്കാനായിട്ട് പറയുന്നത്? അവർക്കൊന്നും അറിയില്ല. വലം കൈ ഇടം കൈയും തിരിച്ചറിയില്ലാത്ത മനുഷ്യരാണ്. അത് മാത്രമോ, 1,20,000 പരം മനുഷ്യരും കുറെ മൃഗങ്ങളും അവിടെ ഇല്ലയോ? എനിക്ക് അവരോട് മനസ്സലിവില്ലയോ? ദൈവം നമ്മോട് ദൈവം പറയുകയാണ്, ഈ 1,25,000 ജനം, 1,20,000 ജനം, ഹല്ലേലൂയ, നോഹയുടെ വംശപാരമ്പര്യമായ ജനം, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത ഈ ജനം, ഹല്ലേലൂയ, ഒറ്റ പ്രസംഗത്തിൽ 1,20,000 പരം ആളുകളെ മാനസാന്തരപ്പെടുത്തിയ വേറെ ഒരു പ്രവാചകൻ വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടില്ല. വേറെ ഒരു പ്രവാചകരെയും നമ്മുടെ ബൈബിളിൽ എഴുതിയിട്ടില്ല. 1,00,000 ഒറ്റ പ്രസംഗം. പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3,000 പേര് മാനസാന്തരപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. പക്ഷേ ഇവിടെ ആരാണ് 1,20,000 പേരെ മാനസാന്തരപ്പെടുത്തിയ ആ യോനാ പ്രവാചകൻ? അത് ആരാണ്? വലിയവനാണ്. അതുകൊണ്ടാണ് യേശു പറയുകയാണ്, ഇവിടെ ഇതാ യോനയിലും വലിയവൻ വന്നിരിക്കുകയാണ്. കർത്താവിന്റെ ക്രൂശ് മരണത്തെ പറ്റി കർത്താവ് ദൃഷ്ടാന്തമാണ് യോനയുടെ 3 ദിവസത്തെ, ഹല്ലേലൂയ, മനുഷ്യന്റെ മത്സ്യത്തിന്റെ ഉള്ളിലുള്ള വാസം. 3 രാവും 3 പകലും അവർ മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്നപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കേണ്ടതല്ലയോ? പറഞ്ഞപ്പോൾ ഈ യേശുവിന്റെ പ്രസംഗം കേട്ട വിശ്വാസികൾക്കാർക്കും മനസ്സിലായില്ല. എന്താണ് മനസ്സിലായി? അവൻ കർത്താവിന്റെ ക്രൂശ് മരണത്തെ പറ്റിയാണ് കുറിഞ്ഞത്. ഈ ലോകത്തിലെ ജനങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി ഞാൻ ഈ ഭൂമിയിൽ വന്ന്, ഹല്ലേലൂയ, ക്രൂശീകരിക്കണം. കർത്താവിന്റെ ക്രൂശിലേക്ക് നോക്കുവാനായി അവൻ പറയുകയാണ്. കർത്താവിനെ ഉയർത്തുകയാണ് അവൻ. ഹല്ലേലൂയ, ഞാനൊരു എബ്രായരാണ്, എഫ്രാത്ത് നദി കടന്നവനാണ്, ഞാൻ സ്നാനപ്പെട്ടവനാണ്, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഹല്ലേലൂയ, അങ്ങനെയുള്ള ഞാൻ എന്ന് പറഞ്ഞപ്പോൾ കപ്പൽ പ്രമാണി പേടിക്കുകയാണ്. കപ്പൽ പ്രമാണി പേടിച്ചിട്ട്, നീ എന്തിനാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നത്? ഇവനെ രക്ഷിക്കുന്നതിന് വേണ്ടി കപ്പൽ പ്രമാണി വളരെ കഷ്ടപ്പെടുകയാണ്. കപ്പലിന് കരക്കടിപ്പിക്കുവാൻ വേണ്ടി വളരെ ശ്രമിക്കുകയാണ്. നമ്മുടെ ഓരോ സാക്ഷ്യം, യോനയുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഈ ജാതീയ മനുഷ്യനായ കപ്പൽ പ്രമാണി എന്ത് ചെയ്തു? അത്യന്തം ഭയപ്പെട്ടു പോയി. നമ്മുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾ പലരും ചർച്ചകളിലൊക്കെ സാക്ഷ്യം പറയുമ്പോൾ സാക്ഷ്യങ്ങൾ നമ്മുടെ കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമാണ് പറയുന്നത്. പക്ഷെ ദൈവത്തിന് അതിൽ പ്രസാദമല്ല. ദൈവത്തെ പുകഴ്ത്തുന്ന സാക്ഷ്യമാണ് ദൈവത്തിന് ആവശ്യം. അത് അപ്പോസ്തലനായ പൗലോസ് 27-ാം അധ്യായം 23-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്ന് നിന്നു. ഹല്ലേലൂയ. പൗലോസ് 276 യാത്രക്കാരുമായി മെലീത്യ ദ്വീപിലേക്ക് കപ്പൽ യാത്രയിൽ കപ്പലിൽ നിന്ന് അപകടം സംഭവിച്ചപ്പോൾ പൗലോസ് പറയുകയാണ്, ദൈവത്തിന്റെ ദൂതൻ, ഞാൻ എന്റെ ഉടയവൻ. പൗലോസ് പറയുകയാണ്, എനിക്ക് ഒരു ഉടയവനുണ്ട്. എന്റെ ജോലി എന്താണ്? ദൈവത്തെ സേവിക്കുകയാണ്. എനിക്കൊരു ഉടയവനും എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നു. ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു നിന്നു. അതിനോട് പറയാം, നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവൻ ആർക്കും എന്തില്ല, ഒരു ഹാനിയും വരികയില്ല. അപ്പോ ആ ഒരു സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ വിറയ്ക്കുകയാണ്. ഇവൻ ആരാണ്? ഇത്ര വലിയ മനുഷ്യൻ ഇവൻ ആരാണ്? യോനയുടെ സാക്ഷ്യം കേട്ടപ്പോൾ ആ കപ്പൽ പ്രമാണി, ജാതീയമായ ആ കപ്പൽ പ്രമാണി പേടിച്ചുപോയി. അവൻ ഭയപ്പെട്ടു പോയി. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ജാതികൾ ഭയപ്പെട്ടു പോകണം. നമ്മളുടെ എന്താണ് 30-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്ന പോലെ, ഞാൻ യഹോവയെ പുകഴ്ത്തും. ഹല്ലേലൂയ, ഞാൻ യഹോവയെ പുകഴ്ത്തും. അത് ദൈവത്തെ ഉയർത്തുന്നതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. നമ്മളെ ഉയർത്തുന്നതായിരിക്കരുത് നമ്മുടെ സാക്ഷ്യം. നമ്മൾ ദൈവത്തെ ഉയർത്തുന്നതിനായി നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ ദൈവത്തിന് എന്ത് ചെയ്യാനും പറ്റില്ല. ദൈവത്തിന് സ്വർഗത്തിൽ അടങ്ങിയിരിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയയില്ല. അങ്ങനെ ദൈവത്തിന് സ്വർഗത്തിൽ നിന്ന് അടങ്ങിയിരിക്കുവാൻ ദൈവത്തിന് കഴിയാതെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മൾ ദൈവത്തെ പുകഴ്ത്തുന്നവരായിരിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഈ സാക്ഷ്യം ചിലപ്പോൾ കേൾക്കുമ്പോൾ പറയും, ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇവന് ഭ്രാന്തുണ്ട് എന്നൊക്കെ പറയും. യേശു കർത്താവിനെ ഭ്രാന്തൻ എന്നാണ് വിളിച്ചത്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഇവന് ഭ്രാന്തുണ്ട്, ഇവൻ ഭ്രാന്തനാണ്.
അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവൻ വാക്ക് കേൾക്കുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. യേശു കർത്താവിനെ എന്തെന്നാണ് വിളിച്ചത്? ഈ ലോക യാത്രയിൽ യേശു കർത്താവിനെ എന്താണ് വിളിച്ചത്? അവന് ഭ്രാന്തനാണ്, അവന് ഭൂതമുണ്ട്, അവനെ ഭ്രാന്തനാണ് എന്നാണ് വിളിച്ചത്. ദൈവം, അതായത് യേശു കർത്താവ് പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു പറയുകയാണ്, ഈ മന്ദിരത്തെ പൊളിപ്പീൻ, ഞാൻ അതിനെ 3 നാൾ കൊണ്ട് പണിയും. അന്നേരം ജനങ്ങൾ വിചാരിച്ചത് എന്താണ്? ഈ യെരൂശലേം ദേവാലയം 46 സംവത്സരം കൊണ്ട് പണിത യെരൂശലേം ദേവാലയം നീ 3 ദിവസം കൊണ്ട് പണിയുമോ എന്നാണ് ആ ജനങ്ങൾക്ക് മനസ്സിലായില്ല യേശു പറയുന്നത്. അതിനല്ലേ യേശു കർത്താവ് പറയുന്നത്? തന്റെ ശരീരമാണ്, തന്റെ ക്രൂശീകരണത്തെ പറ്റിയാണ് യേശു കർത്താവ് പറയുന്നത്. യേശു കർത്താവിന്റെ വാക്യങ്ങള് എപ്പോഴും ദൈവം യേശു പറയുന്നത് ക്രൂശീകരണം. നീ ജനത്തിന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി പിതാവായ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ കഴുകിക്കളയുന്നതിന് വേണ്ടി, നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പിതാവായ ദൈവം യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അത് ഉദ്ധരിച്ചാണ് യേശുവിന്റെ എല്ലാ പ്രസംഗങ്ങളും. അങ്ങനെ യേശു അത് പ്രസംഗിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് എന്തില്ല? അത് മനസ്സിലാവുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കുരുവാക്യത്തിലേക്ക് പോരാം. നിന്റെ തൊഴിൽ എന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരനെന്ന് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നിന്റെ തൊഴിൽ എന്ത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത്, എന്റെ തൊഴിൽ, എനിക്ക് ഒരു തൊഴിലേ ഉള്ളൂ, കടലും കരയും ഉളവാക്കിയ ദൈവത്തെ ഭജിക്കുക, അതാണ് എന്റെ തൊഴിൽ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഭ്രാന്തനാണെന്ന് ഈ ലോകം പറയും. യോന പറയുകയാണ്, അവൻ പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ എബ്രായരാണ്, എഫ്രാത്ത് എന്ന കടന്നവനാണ്, ഞാൻ സ്നാനപ്പെട്ടതിനാണ്, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവനാണ്. ഈ 2 സാക്ഷ്യം പറഞ്ഞപ്പോൾ ഭയപ്പെടുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ സാക്ഷ്യം ദൈവത്തെ ഉയർത്തുന്ന സാക്ഷ്യമായിരിക്കണം, ദൈവത്തെ പുകഴ്ത്തുന്ന സാക്ഷ്യമായിരിക്കണം. അഖിലാണ്ടത്തെ ഉളവാക്കിയ ദൈവത്തെ നമ്മൾ ഉയർത്തുന്ന സാക്ഷ്യമായിരിക്കണം. ദൈവത്തെ നമ്മൾ ഉയർത്തിയാൽ ദൈവം നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ. നമ്മുടെ സാക്ഷ്യം നമ്മളെ തന്നെ ഉയർത്തുന്ന സാക്ഷ്യമാകരുത്, ദൈവത്തെ ഉയർത്തുന്ന സാക്ഷ്യമായിരിക്കണം. അവൻ വലിയവനാണ്, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതാണല്ലോ. നമ്മളുടെ ദൈവത്തിന്റെ വലിയ ദയയാണ് നമ്മൾ ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം കറക്റ്റായി ന്യായം വിധിച്ചു എങ്കിൽ നമ്മൾ പലരെയും ദൈവം ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞേനെ. നമ്മുടെ തെറ്റുകൾക്കനുസരിച്ച് ദൈവം നമ്മെ വിധിക്കുന്നില്ല. അവൻ നമ്മോട് കണ്ണ് കാണിക്കുന്ന ദൈവമാണ്, മനസ്സലിവുള്ള ദൈവമാണ് എന്ന് യോഹന്നയുടെ പുസ്തകത്തിൽ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ തെറ്റുകൾക്കനുസരിച്ച് ദൈവം നമ്മെ ശിക്ഷിക്കുന്നില്ല. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു.